നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും സ്വന്തം പങ്കിനെ അതിരുകടന്ന് വിലയിരുത്താറുണ്ട്. ചുറ്റുമുള്ള ലോകം നമ്മളെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്ന് വിശ്വസിക്കും. പക്ഷേ ജീവിതം നമ്മോട് ഓർമ്മിപ്പിക്കുന്നൊരു സത്യമുണ്ട്. നാം പ്രധാനപ്പെട്ടവരായിരിക്കാം, പക്ഷേ നാം അനിവാര്യമല്ല. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. ആ ഗ്രാമത്തിലുള്ള വൃദ്ധയ്ക്ക് ഒരു പൂവൻകോഴിയുണ്ടായിരുന്നു. ഈ പൂവൻകോഴിയുടെ കൂവൽ കേട്ടാണ് നേരം പുലരാറായി എന്ന് ഗ്രാമവാസികൾ മനസ്സിലാക്കുന്നത്. ആ വയോധിക ഒരു കാര്യം തിരിച്ചറിഞ്ഞു. തന്റെ കോഴി കൂവുന്നത് കൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത്. ഒരിക്കൽ തന്റെ അയൽക്കാരുമായി എന്തോ കാര്യത്തിന് വഴക്കുണ്ടാക്കിയ അവർ തന്റെ പൂവൻകോഴിയുമായി ദൂരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോയി. പിറ്റേന്ന് അവർ സന്തോഷിച്ചു. പുതിയ ഗ്രാമത്തിൽ സൂര്യൻ ഉദിച്ചു. തന്റെ പഴയ ഗ്രാമത്തിലുള്ളവർ ഇരുട്ടിലായിരിക്കുമെന്ന് തന്നെ അവർ കരുതി. തന്നെ വിളിച്ചു കൊണ്ടുപോകാൻ ആ ഗ്രാമവാസികൾ എത്തുമെന്ന് അവർ കരുതിയെങ്കിലും ആരും വന്നില്ല. ഈ പുതിയ ഗ്രാമത്തിൽ സൂര്യൻ ഉദിച്ചുകൊണ്ട് ഇവിടുത്തെ ഗ്രാമവാസികൾ തന്നെ അനുമോദിക്കാൻ എത്തുമെന്നും അവർ കരുതി. പക്ഷേ അവർ ആരും തിരക്കി വന്നില്ല. ഗ്രാമവാസികൾ മണ്ടന്മാരാണെന്നും അഹങ്കാരികളാണെന്നുമൊക്കെ കുറ്റപ്പെടുത്തി ആ വൃദ്ധ ശേഷിച്ച കാലം ജീവിച്ച് മരിച്ചു. ചില അല്പത്തരങ്ങൾ പലപ്പോഴും അപകടകരമായി മാറാറുണ്ട്. അഹങ്കാരം പോലെ തന്നെ ആപത്താണ് അബദ്ധധാരണകളും. 6-ാം വയസ്സിൽ ലഭിക്കേണ്ട അറിവും വിവേകവും 60-ാം വയസ്സിലും ലഭിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ പിന്നിട്ട വഴികൾക്ക് ഒരു അർത്ഥവുമില്ല. പ്രായത്തിനനുസരിച്ച് അറിവും വിവേകവും വളർത്താനും പ്രകടിപ്പിക്കാനും നമുക്ക് ശീലിക്കാം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.